നമസ്കാരം. കേരളത്തിലെ ബി ജെ പിയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ 3 ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, 27% വോട്ട് ബി ജെ പി കിട്ടുമെന്നുള്ള വലിയ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് എത്രമാത്രം ശരിയാണോ അല്ലേന്നൊക്കെ 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമ്പോൾ അറിയാം. എന്നിരുന്നാലും എല്ലാ ചാനലുകളും ഒരേപോലെ ഇത്തരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ അതിൽ ചില സത്യാവസ്ഥയുണ്ട്. ഈ സത്യാവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പി മുന്നണിക്ക് 27% വോട്ട് കിട്ടുന്നു എന്ന് പറയുന്ന ചരിത്രപരമായ കാര്യമാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള മുൻകൂട്ടിയുള്ള പ്രവചനങ്ങളിലെല്ലാം തന്നെ മാക്സിമം പോയാൽ 20% വോട്ട് വരെ ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. എന്താണ് ബി ജെ പി ഇങ്ങനൊരു വോട്ട് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായി തീർത്തത്? വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രൻ്റെ തന്ത്രം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത്? ആ തന്ത്രത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം ചില വിവരങ്ങൾ ഞാൻ പറയാം. ഞാൻ എസൻസി ലാവ്ലിൻ അഴിമതി കേസ് പുറത്തു കൊണ്ടുവന്ന ആളാണ്. അത് ഡൽഹിയിൽ 2017 എത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അന്ന് മുതൽ ഞാൻ പല ബി ജെ പി നേതാക്കന്മാരെയും ബന്ധപ്പെട്ട് ആ കേസ് എത്രയും വേഗം എടുത്ത് പിണറായി വിജയൻ പ്രതിയാകുന്ന കേസിൽ വിധി വന്നാൽ പിണറായി വിജയന് അതിന് നേരിടേണ്ടി വരും, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന് ഞാൻ പലതവണ പറഞ്ഞിരുന്നു. അത്രയും തെളിവുകളുള്ള കൃത്യമായിട്ടുള്ള ഏകദേശം 200ഓളം സാക്ഷികളും 200ഓളം ഡോക്യുമെൻസുള്ള, അതായത് 10,000-ഓളം പേജുകളുള്ള ഡോക്യുമെൻ്റുള്ള ഒരു കേസാണത്. കെ സുരേന്ദ്രനോടും വി മുരളീധരനോടും ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവർ എന്നോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി, എന്താണ് സഹായം വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആളുകൾ. എന്നാൽ പിന്നീട് അവരെൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്തില്ല. അതിൽ നിന്ന് തന്നെ ആ കള്ളക്കളി എനിക്ക് വ്യക്തമായിരുന്നു. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആശയവും തലയിൽ പേറ്റി ആളുകളെ പറ്റിക്കുക എന്നുള്ളതായിരുന്നു ഒരു തന്ത്രം. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതുപോലുള്ള തട്ടിപ്പുകളെല്ലാം അരങ്ങേറിയപ്പോഴൊക്കെ തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും അതേപോലെ യൂസഫ് അലിയും അടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് എന്നുള്ള വിവരം ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ പറഞ്ഞു കൊടുത്ത എന്താണ്, കോൺഗ്രസ് മുക്ത ഭാരതമാണ് കേരളത്തിന് വേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയനെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ്സിന് സീറ്റ് കിട്ടാതെ വന്നാൽ, കോൺഗ്രസ്സിന് അധികാരം കിട്ടാതെ വന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക് കോൺഗ്രസ് തകർന്നു പോകും. പിന്നെ നമുക്ക് പിണറായി വിജയനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം എന്നാണ് ഇവർ പറഞ്ഞ മണ്ടത്തരം. എന്നാൽ സത്യത്തിലുണ്ടായത് പിണറായി വിജയനെ ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് വളരുക എന്നുള്ളതല്ലാതെ ബി ജെ പി വളർന്നില്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 67 സ്ഥലങ്ങളിൽ ബി ജെ പി CPM അനുകൂലമായി വോട്ട് ചെയ്തു. 5 സീറ്റുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അവസാനമോ CPM 27 സീറ്റുകളിൽ വിജയിച്ചെടുത്തു. 5 സീറ്റുകളിൽ ബി ജെ പി ഉള്ള സീറ്റ്, നിയമമടക്കമുള്ള സീറ്റുകൾ തൊപ്പിട്ടു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഉണ്ടായിട്ടുള്ള സെലക്ഷനുകളെല്ലാം തന്നെ ബി ജെ പി അണികൾ ബി ജെ പി നേതാക്കന്മാരെ തോൽപ്പിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യാസമായി ഇത്തവണ അതിന് മാറ്റം വന്നത് എങ്ങനെയാണ്? ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ 10 വർഷമായി ബി ജെ പി നേതാക്കന്മാർ മൂലക്കിട്ടിരിക്കുകയായിരുന്നു. അവരെ എല്ലാ തരത്തിലും അവഗണിച്ച് അവരുടെ വളർച്ചയെ തകർക്കുകയും അതുവഴി ബി ജെ പിയുടെ വളർച്ചയെ തകർക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അവർക്ക് കേന്ദ്രത്തിൻ്റെ പ്രത്യേക സപ്പോർട്ട് കിട്ടി. അവർ സടകുടഞ്ഞെഴുന്നേറ്റു. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവർ പ്രസംഗിക്കാൻ തുടങ്ങി. കണ്ണൂരിൽ പിണറായി വിജയനെ നാട്ടിൽ ചെന്ന് പിണറായി വിജയനെ വെല്ലുവിളിച്ചു. കേരളത്തിൽ ബി ജെ പി അണികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? പിണറായി വിജയൻ എന്ന അധോലോക മാഫിയ നേതാവിനെക്കുറിച്ച് പച്ചയ്ക്ക് വിളിച്ച് പറയുക എന്നുള്ളത് തന്നെയാണ്. നേരിട്ട് വെല്ലുവിളിക്കുക എന്നുള്ളത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ്. പിന്നീട് അത് വലിയ പ്രകമ്പനം തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചു. പിണറായി വിജയൻ്റെ ഭരണത്തിൽ അസന്തുഷ്ടരായ CPM അണികൾ ഘട്ടം ഘട്ടമായി ഒരു കുത്തൊഴുക്കായിരുന്നു ബി ജെ പിയിലേക്ക്. ശരിക്കും കോൺഗ്രസ്സിലേക്കാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്ത ശക്തികളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ പ്രാവശ്യം ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞു. അത് കെ സുരേന്ദ്രൻ്റെയോ വി മുരളീധരൻ്റെ കഴിവല്ല. അവരെല്ലാം പിണറായി വിജയൻ്റെ വോട്ട് നേടി, വോട്ട് തട്ടിയെടുത്ത് താൽക്കാലികമായി വിജയിക്കുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ അങ്ങനെയല്ല, പിണറായി വിജയനെ പിടിച്ചകത്താക്കുകയാണെങ്കിൽ ശരിക്കും കേരളത്തിൽ CPM വോട്ടുകൾ, അണികളുടെ വോട്ടുകൾ ബി ജെ പിക്ക് വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ മുന്നേറി.
കേരളത്തിലെ അണികൾ ഒറ്റക്കെട്ടായി ശോഭാ സുരേന്ദ്രനോടൊപ്പം ചേർന്നു. 99% കേരളത്തിലെ BJP അണികൾ ശോഭാ സുരേന്ദ്രനോടൊപ്പമാണ്. ഇത്തവണ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തുകയും അതിനെ 3 തവണ നരേന്ദ്രമോദി എത്തുകയും ചെയ്തു. ഇതേപോലെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുകയും ചെയ്തു. അവിടെയും അട്ടിമറി വിജയം നേടാൻ സ്വന്തമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ പരിശ്രമിക്കാൻ തുടങ്ങി. അവിടെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കി നേരിട്ട് ഒരു സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഇതേപോലെ തന്നെയാണ് സുരേഷ് ഗോപി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് തൃശ്ശൂരിൽ നടത്തിയത്. ആരുടെയും സഹായമില്ലാതെ തൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നേട്ടം. ഇത് പരിപൂർണതയിലെത്തിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അവർ വന്നവരുടെ സോഷ്യൽ മീഡിയ ഇളകി. സോഷ്യൽ മീഡിയയിൽ അവർ ദിവസേന പിണറായി വിജയനെ പച്ചയ്ക്ക് പറയുന്ന, കൃത്യമായി മുൾമുനയിൽ നിർത്തുന്ന അവരുടെ പ്രസ്താവനകൾ വന്നു തുടങ്ങി. ദിവസേന എന്നോണം, മണിക്കൂറുകൾ എന്നോണം അവരുടെ വാർത്തകൾ എല്ലാ സോഷ്യൽ മീഡിയയിലെ ചാനലുകളും ഒന്നൊന്നായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അവർക്ക് സപ്പോർട്ടുമായി BJP അണികൾ ഇറങ്ങി. എല്ലാ മേഖലകളിലും BJP അണികൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇത്തവണ അവർ ഉണർന്നെഴുന്നേറ്റ് മാത്രമല്ല CPMൻ്റെ അണികൾ കുത്തൊഴുക്കിക്കൊണ്ട് BJPയിലെത്തി. ഈ വിധത്തിലൊരു മാറ്റം വന്നു. കേരളത്തിൽ അതിനുള്ള ഗുണങ്ങളും കിട്ടി. കൃത്യമായി പറഞ്ഞാൽ പത്തനംതിട്ടയിൽ PC ജോർജിനെ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നേനെ. ഈ മാറ്റങ്ങൾ നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വലിയ തോതിൽ ഉയർത്തെഴുന്നേറ്റേനെ. ഈ സന്ദർഭത്തിൽ അവിടെ ഒരു അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തിയില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഉറപ്പായിട്ടും 4 സീറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ പക്ഷം. പക്ഷേ കേരളത്തിൽ മൊത്തം BJPക്ക് അനുകൂലമായുള്ളൊരു തരംഗം സൃഷ്ടിക്കുന്നതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ ശബരിമല ഇഷ്യൂ ഉണ്ടായിട്ട് പോലും ഇവിടെ കേരളത്തിൽ അനങ്ങാൻ പാടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നെങ്കിൽ ഇത്തവണ അതേയല്ല, BJPയിലെ വാർത്തകൾക്ക് വലിയ തോതിൽ സ്വീകാര്യതയായിരുന്നു എല്ലാ മേഖലയിലും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു BJP സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. അത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ ചെന്ന് അവരുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ അവർ പോയ സ്ഥലത്തെല്ലാം പ്രചരണം ശരിക്കും പകർത്തുകയും ചെയ്തു. മാത്രമല്ല അവരുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ അതാത് ദിവസം ലൈവായി തന്നെ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള BJPയുടെ പ്രവർത്തനം വലിയ ഗുണം തന്നെ ചെയ്തു. എന്നാൽ ഇപ്പോൾ അത് മുതലെടുത്ത് ഞങ്ങളാണ് ഇവിടുത്തെ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായത്, എട്ടുകാലി മമ്മൂഞ്ഞുകളായ ഞങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടങ്ങൾ നമ്മുടേതാണെന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മനോരമയിൽ വലിയൊരു വാർത്ത തന്നെ വന്നിരിക്കുന്നു. നമ്മുടെ വി മുരളീധരൻ ഇവിടെ കേരളത്തിൽ പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കെട്ടുകഥ ഉണ്ടാക്കാൻ പോവുകയാണ്. വി മുരളീധരൻ ഇനി പ്രസിഡന്റ് ആവാൻ പറ്റില്ല, വയസ്സ് കഴിഞ്ഞുപോയി, പ്രായം കഴിഞ്ഞുപോയി. ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകാൻ പോകുന്നു, കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടെ ശോഭാ സുരേന്ദ്രൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടി ഒരു കെട്ടുകഥ മനോരമ പത്രത്തിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഇന്നലെ എന്ത് കെട്ടുകഥയാണ് അവരുണ്ടാക്കിയതെന്നൊന്ന് വായിച്ചു നോക്കാം. മനോരമയിൽ വന്ന ഈ വാർത്ത തീർച്ചയായിട്ടും ഒരു കെട്ടിച്ചമച്ച വാർത്തയായിട്ടാണ് നമുക്ക് തോന്നുക. കൃത്യമായി ആരുടെ സ്വാധീനത്തിന് വഴങ്ങി ഇങ്ങനെയൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തതാണ്. അനവസരത്തിൽ വന്നൊരു വാർത്തയാണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ BJP പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കെട്ടിച്ചമച്ചൊരു വാർത്ത. നമുക്കൊന്ന് വായിക്കാം. BJP പ്രകടനം മോശമായാൽ മുരളീധരൻ പ്രസിഡന്റായേക്കും. കേരളത്തിൽ BJP ഇത്തവണ സീറ്റ് നേടുകയും വോട്ട് വീതം വർദ്ധിക്കുകയും ചെയ്താൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നേക്കും. അല്ലാത്ത പക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വി മുരളീധരൻ നേതൃസ്ഥാനത്ത് എത്താൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെ സുരേന്ദ്രൻ്റെ കാലാവധി നീട്ടി നൽകിയിരുന്നു. 2 ടേം വരെ പ്രസിഡന്റ് ആകാമെന്നതിനാൽ 2 വർഷം കൂടി സുരേന്ദ്രന് ബാക്കിയുണ്ട്. നേരത്തെ പ്രസിഡന്റായിരുന്ന മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ വിശ്വസ്തനാണ്. നിലവിൽ 15% കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം. 30 ലക്ഷത്തോളം വോട്ടാണ് BJPക്കുള്ളത്. ഇത് 18%-20% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 1.5 വർഷമായി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും വ്യാപക ശ്രമമുണ്ടായി.
തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പൂർണ്ണ വിജയം പ്രതീക്ഷയുള്ളതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട് എന്നിവിടങ്ങളിലും പ്രതീക്ഷയുണ്ട്. ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കൊല്ലം, പാലത്തൂർ, കോട്ടയം, വടകര എന്നിവിടങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും കരുതുന്നു. മോദി സർക്കാരിന് 3ാം വട്ടം ഭരണം ഉറപ്പായാൽ അൽഫോൺസ് കണ്ണന്താനം, കുമ്മനം രാജശേഖരൻ എന്നിവർ ഗവർണർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുമെന്നും സൂചനയുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. മുരളീധരൻ ഒരിക്കലും ഇനി പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഏജ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവരുടെ പ്രത്യേക പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ CPM അണികൾ പോലും അവരോടൊപ്പം ചേരുകയും BJPയുടെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയരുകയും ചെയ്തു. ഏകദേശം LDFിനോട് അടുപ്പിച്ച് 29% LDFിനെങ്കിൽ 27% വരെ കൂടിയെന്നാണ് പറയുന്നത്. അത് വലിയ തോതിലുള്ള വിജയമാണ്. ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നോ BJP അധികാരത്തിൽ കയറുമായിരുന്നു. തടഞ്ഞത് വി മുരളീധരൻ, കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കന്മാരാണ്. ഇവരുടെ സമ്മർദ്ദ കാരണമാണ് ഇത്രയും കാലം പിണറായി വിജയനെ തൊട്ടിരുന്നെങ്കിൽ എന്താണ് ഇത്രയും ശക്തമായ രൂപത്തിൽ ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി BJPയുടെ കൂടെ കൂടിയെങ്കിൽ, പിണറായി വിജയനെയും അതേപോലെ മകളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ BJP അധികാരത്തിൽ വന്നിരുന്നേനെ എന്നുള്ളതാണ് സത്യം. അതിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ കെ സുരേന്ദ്രനെയും വി മുരളീധരൻ്റെയും ഈ അഴകുഴമ്പൻ പ്രസ്താവനകളും പിണറായി വിജയനെ കൂടെ ചേർത്തുകൊണ്ട് കച്ചവടം ചെയ്യലുമല്ല യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ എതിർക്കുന്നത്. അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അണികളും അവരെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നന്ദി, നമസ്കാരം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.